ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ റവ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്നും ഇങ്ങനെ ഒരേപോലെ കഴിക്കാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാറിയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായി ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി അതൊക്കെ നന്നായി ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുക്കണേ. അപ്പം ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഇനി റവ ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കണ കാരണം അത്യാവശ്യം വെള്ളത്തിൽ ആവശ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഇങ്ങനെ ഉടക്കുന്ന രീതിയിൽ നന്നായി ഇതൊന്ന് സെറ്റാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടി ആഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഇതൊന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊന്ന് അതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഒരു കയ്യിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്നും ഇങ്ങനെ ചുറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങനെ മേലെ ബബിൾസ് വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ അതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഓട്ടകളൊക്കെ ഇങ്ങനെ വരുള്ളൂ. നമുക്ക് ഈ അപ്പത്തുമ്മ അങ്ങനെ അപ്പം അത് നല്ല സോഫ്റ്റുള്ള അപ്പത്തിനാണ് ഇങ്ങനെ നല്ല ഓട്ടകൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. റവയുടെ ഒക്കെ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മറ്റുള്ളതൊക്കെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും സോഫ്റ്റാണ്, കാണാനും സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.